ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് യാത്രയല്ല, ഇന്ന് കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലെ സ്റ്റാഫുകളുടെ ഓണാഘോഷ പരിപാടികളാണ്. അപ്പം നേരെ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഓൾഡ് ബ്ലോക്ക്, 10-75 വർഷം പഴക്കമുള്ളത്. ഇപ്പോഴും അവിടെ സർവീസൊക്കെ നടത്തുന്നുണ്ട്, മന്ത്രിമാരൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അടിപൊളി ഗസ്റ്റ് ഹൗസാണ് അത്. അവിടെ ഒരു 10-15 മുറികളുണ്ട്. ഇതാപ്പോൾ ന്യൂ ബ്ലോക്ക്. ഇതിപ്പോൾ ഒരു 4 വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇതിൻ്റെ അകത്ത് 45 മുറികളുണ്ട്. ഇത് സാധാരണക്കാരനും ഓൺലൈൻ മുഖാന്തരം ബുക്ക് ചെയ്താൽ കിട്ടും. ഇതിൻ്റെ ശിലാകർമ്മം നടത്തിയത് കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്, ആദ്യത്തെ ടൂറിസം മന്ത്രി. പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് മന്ത്രി PA മുഹമ്മദ് റിയാസ് സാറും, അധ്യക്ഷനായിട്ട് ഫോറസ്റ്റ് മിനിസ്റ്റർ AK ശശീന്ദ്രൻ സാറും. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓൾഡ് ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലുണ്ട് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടംമാതിരി. അത് കഴിഞ്ഞ് അകത്തേക്ക് ചെന്നപ്പോൾ മെയിൻ ഡോറിൽ തന്നെ മാവേലിൻ്റെ ഒരു ഫോട്ടോ പതിച്ചിട്ടുണ്ട്, ഓണാഘോഷം എന്നും. അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ, ഈ പൂക്കളം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല അവിടുത്തെ സ്റ്റാഫുകൾ മുഴുവൻ. ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നത് അജിത്തും രാഘവ്ജിയാണ്. അജിത്താണ് മെയിന്. പിന്നെ ജോജി തോമസ് ആണ് ഈ പൂക്കളത്തിൻ്റെ മെയിനായിട്ട് ഔട്ട്ലൈൻ നിർമ്മിച്ചത്. പിന്നെ സുഹൃത്തുക്കളെല്ലാം കൂടി സഹായിച്ചു മൂപ്പരാണ്. പ്രവാസമൊക്കെ ഉണ്ട്, കട്ട് ചെയ്തിടുന്നുണ്ട്. അത് കഴിഞ്ഞ് പൂവക്കെട്ടതിന് ശേഷമുള്ള കാഴ്ചകളാണ്. അടിപൊളി സ്റ്റൈല്. ഒരു 2-3 മണിക്കൂർ നേരത്തെ അധ്വാനം വരെ മൊത്തം സ്റ്റാഫുകൾ. ആദ്യം തന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് പവാസാണ് ഫോട്ടോ എടുക്കുന്നത്. രാഘവ്ജീൻ്റെ. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വിളിച്ച് പ്രവീണ്, നമുക്ക് കിച്ചണൊക്കെ ഒന്ന് കാണാം, നമ്മളെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാണ്. പാനോളി ഉണ്ട്, സതീഷ് പാനോളിയൊക്കെ ഉണ്ട് ഇവിടെ. ശിവനും സതീശനുമാണ് മെയിനായിട്ട് ഫുഡ് വെക്കുന്ന ആൾക്കാർ. ഇത് ലീലെടുത്തിയാ ഇവരൊക്കെ സഹായിക്കുന്നത് മൂപ്പത്തിയാ. ഇത് സതീശൻ. ഇനിയിപ്പോൾ പായസം മാത്രം ആയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു 11:30 മണി സമയം ആയിണ്ടാവും ഇപ്പോൾ. അടപ്പായസം. ഇത് ബീനേച്ചിയാണേ, ഇവരെ കിച്ചണിൽ സഹായിക്കുന്ന. ഒരു 10-14 ഐറ്റംസ് തന്നെ ഉണ്ട്. പച്ചടി, കിച്ചടി, കൂട്ടുകറി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കണ്ടോ. എന്താ വൃത്തി, സ്റ്റാൻഡുകളൊക്കെ ചെയ്ത്. കണ്ടോ, ഇത് രസമാണേ, രസം. ഇത് കിച്ചടി എന്നാണ് അവിടെ പറയുന്നത്.
ഒക്കെ പാക്ക് ചെയ്ത് വൃത്തിയാക്കി വെച്ച. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രവേശനമൊന്നുമില്ല. അപ്പോൾ സ്റ്റാഫിൻ്റെ പരിപാടി ഉള്ളതിനെ കൊണ്ടാണ് നമുക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നത്. ഇത് അവിയൽ. ഈ പ്രവീണ് താജ് ഇൻ്റർനാഷണൽ ഹോട്ടലൊക്കെ വർക്ക് ചെയ്തതാണ്. ഇത് മുളക്. അത് കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഒരു 5 മിനിറ്റ് അതിനകത്ത് സംസാരിച്ച് ഇവരൊക്കെ കൂട്ടമായ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. ഇവർക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം വേണം ഫ്രണ്ട് പോയിട്ട് പരിപാടി നടത്താൻ. അങ്ങനെ മാനേജർ സാർ വന്ന് ദീപക് നേതൃത്വത്തിൽ ദീപം കൊളുത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് മാനേജർ രാഘവ്ജി, മൂപ്പര നാട് കണ്ണൂരാട്ടോ, കണ്ണൂർക്കാരൻ. ഒരു എത്ര വർഷമായി ഈ ഗസ്റ്റ് ഹൗസിൽ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അത് കഴിഞ്ഞ് ഫസൽ, സുനിൽ പി ടി, സതീഷ് പാനോളി, അതും കണ്ണൂർക്കാരനാണ്, കണ്ണൂരിലുള്ള ആളാണ്. ശിവ, ഇവിടുത്തെ മെയിൻ ഡ്രൈവറാണ് ബിജു. ഇപ്പോൾ ഭദ്രദീപമൊക്കെ കൊളുത്തി കഴിഞ്ഞ് കണ്ട എന്താ സ്റ്റൈല്. ഇവരെ ഫാമിലികളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെ ഫാമിലി. രാഘവജി എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുക. ഫ്രണ്ട് റിസപ്ഷൻ ആക്കാം. കൂടിയിട്ടാണ് ഫസ്റ്റ് പരിപാടി. ഫസ്റ്റ് നല്ലൊരു ഗായകനും കൂടിയാണ്. സ്റ്റാഫുകളൊക്കെ ഫോട്ടോ. അത് കഴിഞ്ഞ് ഇത് സലീം ക, ഈ ഗസ്റ്റ് ഹൗസിൽ 10-30 വർഷം സർവീസ് ചെയ്ത് റിട്ടയർഡ് ചെയ്ത ആളാണ്. മൂപ്പർക്ക് വീട് പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവർക്കൊരു ട്രൂപ്പൊക്കെ ഉണ്ട്, ഒരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. നല്ല ഗായകനാണ്. ഹിന്ദി നല്ല അടിപൊളി ഓൾഡ് ഹിന്ദി പാട്ടുകൾ പാടും. ആവേശം കൊള്ളുന്ന തരം പാട്ടുകളാണ് പാടുക. ഇനി കസേരക്കളിയാണ്. അതിനുവേണ്ടി കസേരയൊക്കെ തയ്യാറാക്കി ആദ്യം കുട്ടികളെ കൊണ്ടുള്ള സ്റ്റാഫിൻ്റെ കുട്ടികളാണ് ആദ്യം കളിക്കുന്നത്. അതൊക്കെ റെഡിയായി കളി തുടങ്ങി.
അങ്ങനെ അത് കഴിഞ്ഞ് മാനേജർ അടക്കമുള്ള സ്റ്റാഫുകളെ കളിയാണ്. ഈ ഫസൽ പഴയൊരു ഡാൻസറും കൂടിയാണ്, ബ്രേക്ക് ഡാൻസ്. അയ്യോ, രാഘവ്ജി തന്നെ ഔട്ടായി പോയി ഫസ്റ്റ് തന്നെ. ബിജു ഒക്കെ ആർമാദിച്ച് ചിരിക്കുക. ബിജുവിന് ചിരി നിൽക്കുന്നില്ല അല്ലീലെ അടുത്ത്. അങ്ങനെ മാവേലി എത്തിയിട്ടോ. മാവേലി തിരക്ക് കാരണം ടാക്സി വിളിച്ചാൽ വന്നതെന്നാണ് തോന്നുന്നത്. ശിവനും ബീനേച്ചിയും കൂടിയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. മാവേലിനെ ഗംഭീര സ്വീകരണത്തോടു കൂടിയാണ് അകത്തേക്ക് കയറ്റുന്നത്. അസിസ്റ്റന്റ് മാനേജർ രാഘവ്ജി കൈ പിടിച്ച് കയറ്റി. എല്ലാവരും ക്ഷേമം അന്വേഷിക്കുന്നുണ്ട് മാവേലി. നേരെ പോയത് പൂവിൻ്റെ അടുത്തേക്കാണ്, പൂക്കളം കാണാൻ. അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ബിജുവിനോട് പറഞ്ഞ വിളക്കിലെ തിരിയൊക്കെ ഒന്ന് നീട്ടി എണ്ണ വരാൻ. എല്ലാം ശരിക്കും വീക്ഷിക്കുന്നുണ്ട് മാവേലി. എന്ത് അപാകതകളുണ്ടോ? എല്ലാവരെയും വിളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും അനുഗ്രഹിച്ചു വിടുന്നു. സലീം ഗംഭീര പാട്ടാണ് പാടുന്നത്. മാവേലി കുറച്ച് പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്ന്. സ്റ്റാഫും ഫാമിലികളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. കണ്ട, നല്ല ടേസ്റ്റി ഫുഡാണ്. ഞങ്ങളെല്ലാവരും മാവേലി അടക്കം ഞങ്ങളെല്ലാവരും കൂടി ഒരുവിധം എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തവരും കൊണ്ട് കുറച്ച് ആൾക്കാർ ആദ്യം ഇരുന്നു. നല്ല ടേസ്റ്റി ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വീണ്ടും പോയപ്പം നമ്മളെ വിജീഷിൻ്റെ അടിപൊളി ഡാൻസാണ് കാണുന്നത് ഫ്രണ്ടിൽ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്